കശുവണ്ടി അഴിമതി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാതെ സർക്കാർ. സീനിയോറിറ്റി ഉണ്ടായിട്ടും ഡിവൈഎസ്പി ജ്യോതികുമാറിനെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിച്ചില്ല. സീനിയോറിറ്റിയിൽ തൊട്ടു താഴെയുള്ള 3 പേർക്ക് 2 ദിവസം മുൻപാണ് സ്ഥാനക്കയറ്റം നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ജ്യോതികുമാറിനെ സീനിയോറിറ്റി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഷമീറെ വിവരങ്ങളുമായി ചേരുന്നു. ഷമീർ, ഇത് കേസ് ശരിയായി അന്വേഷിച്ചതാണോ അല്ലെങ്കിൽ മറിച്ചാണോ? എന്താണ് ഈ അവഗണനയ്ക്ക് കാരണമായി തോന്നുന്നത്? ഷമീർ വിവരങ്ങൾ നൽകിയത്. 10 വർഷം മുൻപ് വിരമിച്ച ഉദ്യോഗസ്ഥന് SSK ഡയറക്ടറായി നിയമനം. 2016-ൽ കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച കെ മോഹനകുമാറിനാണ് നിയമനം. വിരമിച്ച ശേഷം 4 വർഷം സ്കോൾ കേരളയുടെ വൈസ് ചെയർമാൻ പദവി നൽകിയിരുന്നു. 7 വർഷത്തിന് ശേഷം പുനർനിയമന വ്യവസ്ഥയിലാണ് നിലവിലെ നിയമനം. സനീറ്റയാണ് ചേരുന്നത്. സനീറ്റ, ഈ നിയമനത്തിന് പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, അപാകതകളുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായിട്ടും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു നിയമനമാണ്. കാരണം ഇത്തരത്തിൽ 10 വർഷം മുമ്പ് വിരമിച്ച ഉദ്യോഗസ്ഥനെയാണ് SSK ഡയറക്ടറായി ഇത്തരത്തിൽ നിയമനത്തിനായി ഇപ്പോൾ നിയമിച്ച സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഷാമിലി സൂചിപ്പിച്ചതുപോലെ താല്പര്യം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 2016-ൽ കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച കെ മോഹനകുമാറിനാണ് ഇത്തരത്തിൽ SSK ഡയറക്ടറായി ഇത്തരത്തിൽ ഒരു നിയമനം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ പ്രായം കൂടിയ ആളുകളെ അല്ലെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിലേക്ക് അധ്യാപകർ ഇത്തരത്തിൽ നിയമിച്ച സാഹചര്യത്തിൽ അധ്യാപക സംഘടനകളുടെ വലിയൊരു എതിർപ്പ് എന്തായാലും ഉയരുന്നുണ്ട്. അവർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത്തരം തസ്തികകളിലേക്ക് ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരാനിരിക്കുന്ന കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ അവരെ അത്തരത്തിലുള്ളവരെയാണ് നിയമിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. എന്നാൽ ഇതിൽ ഈ 10 വർഷത്തിന് മുൻപേ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമനം നടത്തി എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. ഇടത് അനുഭാവിയായിരുന്ന സുപ്രിയ എന്ന വനിതയായിരുന്നു മുന്നേ SSKയുടെ ഡയറക്ടറായി സ്ഥാനം വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് അവർ ആ സ്ഥാനം ഒഴിയുകയായിരുന്നു. എന്നാൽ മറ്റൊരു വ്യക്തിക്ക് ഈ സ്ഥാനം നൽകേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ഈ സ്ഥാനത്തിലേക്ക് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അധ്യാപക സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഷാമിലി. ശരി സനീറ്റ.